സ്പെയിനിലെ ഗലീസിയ പ്രോവിൻസിൽ ഞങ്ങളുടെ പദയാത്ര തുടരുന്നു. രണ്ടാം ദിവസം 8 മണിക്ക് തന്നെ യാത്ര ആരംഭിച്ചു. പലാസ് ദെ റേ എന്ന പട്ടണമായിരുന്നു രണ്ടാം ദിവസത്തെ ലക്ഷ്യം. 24 കിലോമീറ്റർ ദൂരം. ശാന്തത നിറഞ്ഞ ഗ്രാമങ്ങളും പുരാതന പള്ളികളും വഴിനീളെ കാണാനായി. ഞങ്ങളുടെ 5 ദിവസത്തെ യാത്രയിലും ശീതോഷ്ണമായ നല്ല കാലാവസ്ഥയായിരുന്നു. വനപ്രദേശങ്ങളിൽ ചെറിയ ചാറ്റൽ മഴ സുഖപ്രദമായ കുളിർമ നൽകി. യൂക്കാലി മരങ്ങളും കുഞ്ഞരുവികളും ഈ ഭാഗത്തെ യാത്രയിൽ കാണാനായി. പൂച്ചെടികൾ കൊണ്ട് അലങ്കൃതമായ ഭവനങ്ങൾ ഗ്രാമങ്ങളുടെ ഭംഗി കൂട്ടി. ചില സ്ഥലങ്ങളിൽ ഗ്രാമീണരുമായി സംസാരിക്കാൻ സാധിച്ചു. ഓർമ്മയിൽ നിന്നും ഒരിക്കലും മായാത്ത മിനോ നദിയും പോർട്ടോ മറിൻ പട്ടണവും പിന്നിലാക്കി വൈകിട്ട് ഞങ്ങൾ പലാസ് റേ പട്ടണത്തിലുള്ള പൊൻതെറോക്സാൻ ഹോട്ടലിലെത്തി. അവിടുത്തെ കാൽദോ ഗലേഗോ അഥവാ ഗലീസിയൻ സൂപ്പ് ചൂടും ആശ്വാസവും നൽകി. കാബേജും ഉരുളക്കിഴങ്ങുമായിരുന്നു സൂപ്പിൻ്റെ പ്രധാന ചേരുവകൾ. അത്താഴം വളരെ രുചികരമായി അനുഭവപ്പെട്ടു. മൂന്നാം ദിവസം പ്രഭാത ഭക്ഷണത്തിന് ശേഷം ആർസുവ പട്ടണം ലക്ഷ്യമാക്കിയായിരുന്നു യാത്ര. 28 കിലോമീറ്റർ ആയിരുന്നു ദൂരം. ഒട്ടേറെ ഗ്രാമങ്ങളും മെലിതെ എന്ന പട്ടണവും ഞങ്ങൾ കടന്നുപോയി. മെലിതയിൽ കത്തീഡ്രലിലേക്കുള്ള പരമ്പരാഗത പാതയും ഫ്രഞ്ച് പാതയും ഒന്നിക്കുന്നു. യാത്രികർക്ക് സൗകര്യങ്ങൾ ഒരുക്കി ധാരാളം പലചരക്ക് കടകളും ഭക്ഷണശാലകളും ഈ ഭാഗത്ത് കാണാനായി. സ്പെയിനിൽ ഏറ്റവും കൂടുതൽ പശു വളർത്തൽ ഗലീസിയയിലാണ്. ആർസുവ മുനിസിപ്പാലിറ്റി ഏറ്റവും മുൻപിൽ. ഞങ്ങളുടെ യാത്രയിലെ ഏറ്റവും വ്യത്യസ്തമായ താമസമായിരുന്നു ആർസുവയിൽ. തീർത്ഥയാത്രയുടെ പാതയിൽ നിന്നും 2 കിലോമീറ്ററിലധികം ദൂരത്തിൽ 100 വർഷം പഴക്കമുള്ള ഒരു ഭവനത്തിലാണ് അന്ന് താമസിച്ചത്. ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി പഴമയുടെ തനിമ ഒട്ടും നഷ്ടപ്പെടുത്താതെ രൂപാന്തരം വരുത്തിയ 7 ഗ്രാമീണ ഭവനങ്ങൾ നിറഞ്ഞ ഒരു പാർപ്പിട സമുച്ചയമാണ് വിലാൻടൈം ഗ്രാമത്തിലെ ഈ വില്ല പെരഗ്രീന. തീർത്ഥാടന പാതയിൽ നിന്ന് മാറി സ്പാനിഷ് ഗ്രാമീണതയെ അടുത്തറിഞ്ഞ ദിവസമായിരുന്നു അന്ന്.